ഓം ശ്രീനാരായണ സ്വരൂപായ ബ്രഹ്മണേ നമഃ. കോട്ടയം SNDP യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന ശ്രീനാരായണ ബ്രഹ്മപഠന കേന്ദ്രത്തിന്റെ ദൂരദർശൻ പഠനമായ ജഗത്വാണി ഗുരുവാര പാഠശാലയിലേക്ക് കൃത്യമായ സ്വാഗതം. ഗുരുധ്യാനത്തിൽ ക്ലാസ്സുകൾ ആരംഭിക്കാം. ഗുരുധ്യാനം ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവ മഹേശ്വരി ഗുരു നാരായണ ഗുരുദേവൻ ദേവിയെ സ്തുതിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ദേവീസ്തവം എന്ന 10 പദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ദേവി സ്തുതിയാണ് ഇന്ന് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണിത്. പ്രാചീന ഭാരതീയ സംസ്കൃതിയിൽ ദേവിയെ സ്തുതിക്കുന്ന വിഭാഗക്കാരെ വിളിച്ചിരുന്നത് ശക്തേർ എന്നാണ്. അതുപോലെ ശിവനെ സ്തുതിക്കുന്ന ആളുകളെ, ഭജിക്കുന്ന ആളുകളെ ശൈവന്മാരെന്നും വിഷ്ണുവിനെ ആരാധിക്കുന്നവരെ വൈഷ്ണവരെന്നും വിളിച്ച് പോന്നിരുന്നു. എന്നാൽ ഗുരുദേവൻ ഈ 3 വിഭാഗത്തിൽപ്പെട്ട ദേവീദേവന്മാരെയും സ്തുതിച്ചുകൊണ്ടുള്ള സ്തുതിഗീതങ്ങൾ രചിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം ശിവ കുടുംബത്തിലുള്ള ദൈവങ്ങളെക്കുറിച്ചുള്ള സ്തോത്രങ്ങൾ എഴുതിയിട്ടുള്ളതിനാൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ശൈവ പക്ഷപാതിയായിരുന്നു എന്നും പറയുന്നവരുണ്ട്. എന്തായാലും പ്രപഞ്ച കാരുണ്യായ ശക്തിയാണ് ദേവി. ഏത് ഭാവത്തിലുള്ള ദേവിയാണെങ്കിലും പരാശക്തിയായിട്ട് ആരാധിച്ചു പോരുന്നു. ഈ ക്ലാസിന്റെ തുടർച്ച ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ആചാര്യയായിട്ടുള്ള സന്ധ്യ വിജയകുമാർ മാഡമാണ്. സീനിയർ പഠിതാവും പ്രഭാഷകയും കൃതികൾ പഠിപ്പിക്കുന്നതിൽ മികവ് പുലർത്തുന്ന ടീച്ചറുമാണ്. ടീച്ചറെ ഏറ്റവും ബഹുമാനത്തോടുകൂടി ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഏറെ ബഹുമാന്യരായ ഗുരുവാര പാഠശാല നയിച്ചു കൊണ്ടുപോകുന്ന എൻ്റെ സഹപിതാക്കളെ, എന്നെ ശ്രമിക്കുന്ന ശ്രീനാരായണീയരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്തേ. ദേവീസ്തവം നമ്മൾ 3 മന്ത്രങ്ങൾ പരിചയപ്പെട്ടു. മഹാഗുരു ബ്രഹ്മത്തെ ദേവീ രൂപത്തിൽ ആരാധിക്കുന്നതിന് വേണ്ടി എഴുതി തന്ന 10 മന്ത്രങ്ങൾ. അതിൽ 9 മന്ത്രങ്ങളും 10ാമത്തെ മന്ത്രം ഫലശ്രുതിയായിട്ട് 2 വരിയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ 3 നമ്മൾ പരിചയപ്പെട്ട് ആ 3 നമുക്ക് ആദ്യം ഒന്ന് ചൊല്ലി നോക്കാം. ഞാൻ അക്ഷരങ്ങൾ പറയാം. തെഴുമേനി നിന്നവയവങ്ങൾ ഊഴിഞ്ഞ് മൊഴിയുന്നതെന്നി മുനികൾക്കും എന്നംബികെ കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്കിന്നു നിൻ മൊഴി വന്നു മൗന നിലയായി മുഴങ്ങുന്നിത. ഇതുകൊണ്ട് കണ്ടതിലൊരുത്തി നീ എന്നും ഈ മതിമണ്ഡലത്തോട് മറുത്തു മറ്റൊന്നിലും കുതി കൊണ്ട് ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻകനി കണ്ണി കാണും ഈ കനകമൂട് കാർവേണി മൺപണി കാനൽ നീരു നികരുന്നു പാടുന്നിതാ പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിൻ
മണിമേനി തന്നിലണയുന്നതിനൂതു നീ. ഇപ്രകാരം ഒരു സാധകൻ ആ ദേവീ സ്വരൂപത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെയാണ് ഗുരു പറഞ്ഞു തരുന്നത്. എഴുമേനി നിന്നവയവങ്ങളൂഴിഞ്ഞു മുൻ മൊഴിയുന്നതെന്നി മുനികൾക്കുമെന്നംബികേ, കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്കുന്നു നിൻമൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ. ഇതുകൊണ്ട് കണ്ടതിലൊരുത്തി നീ എന്നും ഈ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിലും കുതി കൊണ്ടു ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരടുത്തു പദമൂന്നി പൊന്നിൻ കനി. കണി കാണുമി കനകമോട് കാവേണി മൺപണി കാനൽ നീരു നികരെന്നു പാടുന്നിതാ. പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിൻ മണിമേനി തന്നിലണയുന്നതിനൂതു നീ. ദേവിയുടെ ആ മണിമേനിയിലേക്ക് അണയുന്നതിന് വേണ്ടിയാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി വീണ്ടും ദേവിയെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. സ്തവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്തുതിക്കുക എന്നാണ് അതിനർത്ഥം. അപ്പം ദേവിയെ വീണ്ടും സ്തുതിക്കുകയാണ്. 4-ാമത്തെ മന്ത്രത്തിൽ ഇപ്രകാരമാണ് സ്തുതിക്കുന്നത്. ധുനി ചൂടുമയ്യനു തുണയ്ക്കു തോന്നുന്ന നീ മുനി മൗലി തന്നിലെഴുന്നള്ളി മൂളുന്നതും പനിയുണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നിന്നിനമെന്നതും നിലയിലൂതി നിന്നിടു നീ. ധുനി ചൂടുമയ്യൻ. ഈ ധുനി എന്ന് പറഞ്ഞാൽ എന്താണ്? നദി. നദിയെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന ആ മഹാദേവനെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ധുനി ചൂടുമയ്യൻ. ഗംഗയെ തിരുജടയിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ മഹാദേവന് നീ ആരാണ്? തുണയ്ക്ക് തോന്നുന്ന നീയാണ്. ആ മഹാദേവന്റെ തുണയാണ് നീ. അർദ്ധശരീരം ദേവിക്ക് പകുത്തു കൊടുത്ത ആളാണ് മഹാദേവൻ. ആ മഹാദേവനോട് ചേർന്നാണ് എപ്പോഴും ഇരിക്കുന്നത് ദേവി. ആ അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ധുനി ചൂടുമയ്യന് തുണയ്ക്ക് തോന്നുന്ന നീ മുനി മൗലി തന്നിലെഴുന്നള്ളി മൂളുന്നതും. പിന്നെ നീ ആരാണ്? മുനി മൗലി, യോഗിമാരുടെ മൗലിയിൽ എഴുന്നള്ളി മൂളുന്നതും അവരിലേക്ക് ജ്ഞാനമായി ജ്ഞാനത്തിന്റെ അനാഹത ധ്വനിയായി ഇരുന്നു മൂളുന്നതും അല്ലയോ അമ്മേ നീ തന്നെയാകുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത്. കാരണം ബ്രഹ്മത്തിന്റെ പ്രതീകമായിട്ട് ഇവിടെ ദേവിയെയാണ് ഭഗവാൻ നമുക്ക് വിവരിച്ചു തരുന്നത്. അപ്പോൾ മുനിമാരുടെ മൗലിയിലിരുന്ന് ആ അനാഹത ധ്വനി എന്ന് പറഞ്ഞ ഇടതടവില്ലാതെ ആകാശത്തിൽ നിന്നുണ്ടാകുന്ന ആ ബ്രഹ്മനാദത്തിനെയാണ് അനാഹത ധ്വനി എന്ന് പറയുന്നത്. അത് ഭക്ഷിക്കുന്ന ഒരു ചെറിയ കൃമി തുടങ്ങി മറ്റൊക്കെ നിന്നിനമെന്നതും നിലയിലൂതി നിന്നിടു നീ. ഇവിടെ നമുക്ക് ഭഗവാൻ പിണ്ടനന്ദിക്കകത്ത് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ? കല്ലിനകത്ത് കുടി വാഴുന്ന ഒരു അല്പജന്തു മുതല് അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ വരെ ആരാണ്? അല്ലയോ ഭഗവാനെ നിന്റെ കൃപ കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. പിണ്ടനന്ദിക്കാട്ട് ഭഗവാൻ ശിവഭഗവാനെ വർണ്ണിക്കാനാണ് അവിടെ ഉപാസനാദേവനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് പറയുന്നത്. അല്ലയോ ശംഭോ നിന്റെ കൃപ കൊണ്ടാണ് ഇവരെല്ലാവരും ഒരു കൃമി തുടങ്ങി ആ ബ്രഹ്മദേവൻ വരെ ഇവിടെ ജീവിക്കുന്നത്. അല്ലയോ ഭഗവാനെ നിന്റെ കാരുണ്യം കൊണ്ടാണെന്ന് പറയുമ്പോൾ ഇവിടെ 4-ാമത്തെ മന്ത്രത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അല്ലയോ അമ്മേ, അമ്മയുടെ കാരുണ്യം കൊണ്ടാണ്. നീ ആരാണ്? നീ ബ്രഹ്മത്തിന്റെ പ്രതീകമാണ്. നിന്റെ കാരുണ്യം കൊണ്ടാണ് ഈ കൃമി തുടങ്ങിയ ഈ മഞ്ഞിനകത്തിരുന്ന് മഞ്ഞുണ്ട് ജീവിക്കുന്ന പനി ഉണ്ടിടും. സാധാരണ ഒരു നാടൻ ഭാഷയുടെ ഭഗവാൻ പറഞ്ഞല്ലേ, പനി എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ഉണ്ടിടുന്നത്, ഉണ്ണുക എന്ന് പറഞ്ഞാൽ കഴിക്കുക. പനി ഉണ്ടിടും കൃമി തുടങ്ങി
മറ്റൊക്കെ നിന്നിനമെന്നതും നിലയിലൂതി നിന്നിടു നീ. നിന്റെ തന്നെ ഇനമാണ്, നീയാകുന്ന ഏക സത്യത്തിൽ നിന്നാണ് ഒരു കൃമി മുതൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളും ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ബോധം എൻ്റെ ഉള്ളിലേക്ക് നീ ഊതിത്തരണമെന്നാണ് ഇവിടെ ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. ധുനി ചൂടും അയ്യനു തുണയ്ക്കു തോന്നുന്ന നീ. പദങ്ങൾ എടുത്തു പറയുന്നത് തെറ്റിപ്പോകാതിരിക്കാനാണ് ചൊല്ലുമ്പോൾ. മുനി മൗലി തന്നിൽ എഴുന്നള്ളി മൂളുന്നതും പനി ഉണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നിൻ ഇനമെന്നതു നിലയിലൂതി നിന്നിടു നീ. നമ്മൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ ആ പദങ്ങൾ ഒന്ന് കോമായിട്ട് വേർതിരിച്ചൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകത്തിൽ അടയാളപ്പെടുത്തിയിടുവാണെങ്കിൽ ചൊല്ലുമ്പോൾ ഇത് കഴിയുമ്പോൾ പിന്നെ നമ്മളൊക്കെ മറന്നുപോയി. എല്ലാവരും അങ്ങനെയാണ്, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അറിയാം നമ്മളിത് കുറച്ച് നാൾ മാറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മൾ വിട്ടുപോകും. അപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകത്തിൽ ഇതൊന്ന് സൂചിപ്പിച്ചു വെക്കുവാണെങ്കിൽ പിന്നീട് കാണുമ്പോൾ നമുക്ക് തെറ്റുകൂടാതെ ചൊല്ലാൻ സാധിക്കും. ഈ 4 വരി ഒന്നുകൂടെ ചൊല്ലി നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ അർത്ഥം എഴുതാം. ധുനി ചൂടുമയ്യനു തുണയ്ക്കു തോന്നുന്ന നീ, മുനി മൗലി തന്നിലെഴുന്നള്ളി മൂളുന്നതും പനിയുണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നിന്നിനമെന്നതും നിലയിലൂതി നിന്നിടു നീ. 4ാമത്തെ വരി നമുക്ക് എഴുതാം. ധുനി ചൂടും അയ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ദേവഗംഗയെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന മഹാദേവൻ എന്ന അർത്ഥമാണ് ഉള്ളത്. എഴുതാമേ. ദേവഗംഗയെ തലയിൽ അണിയുന്ന പരമശിവന് സഹധർമ്മിണിയായി വിലസുന്ന ദേവി ദേവഗംഗയെ തലയിൽ അണിയുന്ന പരമശിവന് സഹധർമ്മിണിയായി വിലസുന്ന ദേവി യോഗി ശ്രേഷ്ഠന്റെ ഉള്ളിൽ പ്രകടമായി മധുരമായ അനാഹതധ്വനിയായി. ഈ അനാഹതധ്വനി പ്രത്യേകം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എഴുതിയിടാം കേട്ടോ. ആകാശത്തിൽ ഉണ്ടാകുന്നതും അനാഹതധ്വനിയുടെ അർത്ഥം ഒന്നുകൂടെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടോ. പിന്നീട് നമ്മളല്ല അനാഹതധ്വനി എന്ന് കേൾക്കുമ്പോൾ എന്താണെന്നൊരു സംശയം വരും പിന്നീട് വായിക്കുമ്പോൾ. അപ്പൊ അതിനൊരർത്ഥം കൂടെ എഴുതിയിട്ടു. ആകാശത്തിൽ ഉണ്ടാകുന്നതും യോഗികൾക്ക് മാത്രം കേൾക്കാൻ സാധിക്കുന്നതും മഞ്ഞിൽ കഴിയുന്ന കൃമി മുതലെല്ലാം അമ്മയുടെ തന്നെ
രൂപാന്തരമാണെന്നുള്ളതും അമ്മയുടെ തന്നെ രൂപാന്തരമാണെന്നുള്ളതും അറിയാൻ കഴിയുന്ന നിലയിൽ അവിടുന്ന് ജ്ഞാനശക്തി കത്തിച്ച് അനുഗ്രഹിച്ചാലും എഴുതിയോ? ഒരാള് അടുത്ത പഠിക്കാം. എനിക്കിടയിലിന്നു കാണുന്നൊരി പൊടി കൊണ്ടു മൂടും ഉടലിനു പൊന്നമ്പികേ, തടവില്ലയൊന്നും അതുകൊണ്ടെനിക്കുന്നു നിന്നുടലൊന്നു തന്നിന്നിയും ഊതുമാണിക്യമേ. എനിക്കിടയിലിന്നു ആ പദം ശ്രദ്ധിക്കുക. എനിക്കിടയിലിന്നു കാണുന്നൊരി പൊടി കൊണ്ട് മൂടും ഉടലിനു പൊന്നമ്പികേ. എനിക്കിടയിലിന്നു പദങ്ങൾ ശ്രദ്ധിച്ചോണേ. കാണുന്നൊരി പൊടി കൊണ്ടു മൂടും ഉടലിനു പൊന്നമ്പികേ, തടവില്ലയൊന്നും അതുകൊണ്ടെനിക്കുന്നു നിന്നുടലൊന്നു തന്ന് ഇനിയുമൂതു മാണിക്യമേ. ഒന്നുകൂടെ ചൊല്ലാം. എനിക്കിടയിലിന്നു കാണുന്നൊരി പൊടി കൊണ്ടു മൂടും ഉടലിനു പൊന്നമ്പികേ, തടവില്ലയൊന്നും അതുകൊണ്ടെനിക്കുന്നു നിന്നുടലൊന്നു തന്നിനിയും ഊതുമാണിക്യമേ. ഇവിടെ ഭക്തനും ഭഗവാനും തമ്മിൽ യാതൊരു മറവുമില്ല എന്നാ പറഞ്ഞ. എനിക്കിടയിലിന്നു കാണുന്നൊരി പൊടി കൊണ്ട് മൂടും ഉടലിനു പൊന്നമ്പികെ. എന്തുകൊണ്ടാണ് ഞാനും നീയും തമ്മിൽ യാതൊരു ഭേദവുമില്ല, ഭിന്നതയുമില്ലാതിരിക്കുന്നെന്ന് പറയുകയാണ്. ഈ പൊടി കൊണ്ട് മൂടും ഉടല്, എൻ്റെ ഈ ശരീരം എന്താണ്? നമ്മളെല്ലാം കുട്ടിയൊക്കെ അടിച്ച് ഏറ്റവും സ്പ്രേ ഒക്കെ അടിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് കൊണ്ടുപോകുന്ന ഈ ശരീരം എന്താന്ന് പറയുന്നത്? പൊടി കൊണ്ട് മൂടുന്ന വെറും ഒരു ഉടല് മാത്രമാണ്. മണ്ണുകൊണ്ട്, പൊടി കൊണ്ട് അല്ല, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ വെറും ഒരു പൊടി, ആ മണ്ണാകുന്ന ആ പൊടി കൊണ്ടുണ്ടാകുന്ന ഒരു ശരീരമാകുന്നു ഇത്. ഇതിന് സ്വന്തമായിട്ട് ഒരു ഉണ്മയില്ല. മണ്ണ് കൊണ്ട് ഒരു വസ്തു ഉണ്ടാക്കി വെച്ചാൽ അതിന് ജീവനുണ്ടോ? അതിന് ജീവനില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ ഈ ശരീരവും. എൻ്റെ ഈ ശരീരത്തിന് യാതൊരുവിധ ഉണ്മയും അതിൻ്റെതായിട്ടില്ല. എന്നാൽ അതിനുണ്ടാകുന്ന ഉണ്മ എന്താണ്? അമ്മയുടെ ആ സാന്നിധ്യം കൊണ്ട്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ജ്വലിക്കുന്ന വിലമതിയാത്ത വിളക്കെന്നൊക്കെ ഗുരു നമുക്ക് ആത്മോപദേശത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ബ്രഹ്മത്തിന്റെ ആ ഒരു അംശം നമ്മളിൽ എല്ലാം ഉള്ളത് കൊണ്ടാണ് നമുക്കെല്ലാം ഉണ്മയുള്ളത്. അത് നമ്മളിൽ നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ നമുക്ക് ഉണ്മയില്ല. അപ്പോൾ നമ്മൾക്കൊക്കെ സ്വതമേ ഒരു ഉണ്മയില്ലാത്ത ഒരു ഉടല് മാത്രമാണ്. അപ്പോൾ എനിക്കിടയിൽ ഇന്ന് കാണുന്നൊരു പൊടി കൊണ്ടു മൂടും ഉടലിന് പൊന്നമ്പികെ. ഇത്ര സ്നേഹത്തോടെ വിളിക്കുന്നത് നോക്കിയ ദേവിയെ പൊന്നമ്പിക എന്നാ വിളിക്കുന്നത്. ഈ ജഗത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്ന ഈ പ്രപഞ്ച ശക്തിയെ ദേവീ സ്വരൂപത്തിൽ കണ്ടിട്ട് വീണ്ടും അമ്മയായിട്ട്, മാതാവായിട്ട് കണ്ടുകൊണ്ടാണ് വിളിക്കുന്നത് പൊന്നമ്പികെ. നമ്മളൊക്കെ സ്നേഹം വരുമ്പോൾ അമ്മമാരെ അങ്ങനെ വിളിക്കത്തില്ല, എന്റെ പൊന്നമ്മയല്ലേ എന്നൊക്കെ. അതുപോലെ തന്നെയാണ് ഭഗവാൻ ഇവിടെ ദേവിയെ വർണ്ണിക്കുന്നത്, എന്റെ പൊന്നമ്പികെ. നമ്മൾ തമ്മിലുള്ള ഏകീഭാവത്തിന്, ഞാനും നീയും ഒന്നായി തീരാനുള്ള അതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? ഈ കാണുന്ന എൻ്റെ ഈ ശരീരം തന്നെയാണ്. ഈ ശരീരത്തിന്റെ മറ കൊണ്ടാണ് എനിക്ക് നിന്നെ ശരിയായിട്ട് കാണാൻ സാധിക്കാത്തത്. ഇതിങ്ങനെ ഗുരു പറഞ്ഞു തരുന്നുണ്ട് ജന്യ നവരത്ന മഞ്ജരിക്കകത്ത്. ഈ കാലാദിയായ മൃദുനൂലാല നെയ്യും ഒരു ലീലാവടം ഭവതിമെയ്
മേലാക മൂടും അതിനാൽ ആരും ഉള്ളത് അറിവിയിൽ ആഗമാന്ത നിലയെന്ന് അവിടെ ജനനിയെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാലം ചെറിയ നൂലുകൊണ്ട് നിനക്കൊരു മൂടുപടം സൃഷ്ടിച്ചു വെച്ചിരിക്കുക ചെയ്യുന്നത്. അപ്പൊ നീയാകുന്ന സത്യത്തെ അറിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ആരും ഉള്ളതിനെ ആരും അറിയുന്നില്ല. രാജയോഗ ജനനി എന്ന് ഗുരു ജനനി നവരത്ന മഞ്ജരിക്കകത്ത് പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞു തരുന്നത്. ഇവിടെ ശരീരമാകുന്നു, ഇവിടെ ഭക്തന്റെ ശരീരമാണെന്ന് ഉപാസനാദേവനോട് ഒന്നായി തീരാൻ തടസ്സമായി നിൽക്കുന്നത്. ആ തടസ്സത്തെ മാറ്റിക്കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ തടസ്സം? അത് തടസ്സമാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ ഭക്തന് ഉണർവുണ്ടാവുകയാണ് ചെയ്യുന്നത്. അത് കേവലം മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്, അതിന് ഉണ്മയില്ലാത്തതാണെന്നും അതുകൊണ്ട് ആ ഒരു വിചാരം, ഞാൻ ശരീരമാണ് എന്ന ബോധം എപ്പോഴാണ് ഒരുവരിൽ നഷ്ടപ്പെടുന്നത്, ഞാൻ ആത്മാവാണ്, ആ ഒരു ബോധത്തിലേക്ക് ഉണരുമ്പോൾ ഞാൻ നീയും ഒന്നായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്വന്തമായ ഒരു ഉണ്മയില്ല, ഈ ശരീരത്തിന് സ്വന്തമായ ഒരു ഉണ്മയില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഈ ഏകീഭാവത്തിന് ഒരു താൽക്കാലികമായ ഒരു തടസ്സം മാത്രമാണ് ഈ ശരീരത്തിന് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ശരീരം എന്ന് പറയുന്നത് നിത്യമല്ല, അത് അനിത്യമാകുന്നു. അല്ലയോ മാണിക്യമേ? ഇനി വിളിക്കുകയാണ് മാണിക്യം എന്നാണ് വിളിക്കുന്നത് ദേവിയെ. നീ എന്ത് ചെയ്യേണ്ടത്? നിത്യമായ നിന്റെ ഈ ശരീരം തന്ന് എന്നെ നീ അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത്. അതായത് ഈ ഏകമായ ഈ സത്യമായി തീരുന്നതിനുള്ള ജ്ഞാന രഹസ്യം നീ മൗനമായി ഒരു മുഴക്കം പോലെ നിർത്താതെ എനിക്ക് ഊതി തരണമേ എന്നാണ് ഭക്തൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ഒന്നുകൂടെ പറയാം. എന്റെ പൊന്നംബികെ, നമ്മൾ തമ്മിലുള്ള ഏകീഭാവത്തിന് തടസ്സമായി കാണുന്നത് എനിക്കും നിനക്കും നടുവിൽ കാണുന്നതുമായ എൻ്റെ ഈ ശരീരത്തിന് യാതൊരുവിധ ഉണ്മയുമില്ല. അത് കേവലം പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്. പൊടിക്ക്, അതായത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ അതിന് സ്വന്തമായ ഒരു ഉണ്മ ഇല്ല എന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ നമ്മോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം തമ്മിലുള്ള ഏകീഭാവത്തിന് എന്തെങ്കിലും തടസ്സമുള്ളതായി ഞാൻ കാണുന്നില്ല. കാരണം ഈ ശരീരം എന്ന് പറയുന്നത് നശ്വരമാണ്, അത് നശിച്ചു പോകുന്നതാണെന്ന് ബോധ്യമായി കഴിയുമ്പോൾ ആ ഭഗവാനോട് ഭക്തന് ചേരുന്നതിനുള്ള തടസ്സം അവിടെ ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ശരീരമാണ് എന്ന ആ ബോധത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മളും ഭഗവാനും തമ്മിൽ വേറെയായിട്ട് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഞാൻ ഈ ശരീരമല്ല, ആ എന്താ പറയുന്ന ഒന്നായ ആ മതിയിൽ നിന്നുണ്ടായ അതിൻ്റെ തന്നെ ഒരു ചെറിയ കണികയാണ് ഞാനും എന്ന ബോധം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നിന്നിലേക്ക് വന്നു ചേരാനുള്ള തടസ്സം ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത് എന്നാണ് ഭക്തൻ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായെങ്കിൽ എഴുതാം. എൻ്റെ പൊന്നംബികെ, എൻ്റെ പൊന്നംബികെ, നമ്മൾ തമ്മിലുള്ള കാണപ്പെടുന്നത് എനിക്കും നിനക്കും നടുവിൽ കാണുന്നതായ എൻ്റെ ഈ ശരീരമാണ്. എനിക്കും നിനക്കും നടുവിൽ കാണുന്നതായ എൻ്റെ ഈ ശരീരമാണ്. അത് വെറും പൊടിയാണ്. അതിന് സ്വന്തമായ ഉണ്മയില്ല.
അതിന് സ്വന്തമായ ഉണ്മയില്ല. അതുകൊണ്ട് നാം തമ്മിലുള്ള ഏകീഭാവത്തിന് എന്തെങ്കിലും തടസ്സമുള്ളതായി ഞാൻ കാണുന്നില്ല. സ്വന്തമായ ഉണ്മയില്ലാത്തതും താത്കാലികവുമായ ഈ ശരീരത്തിനു പകരം നിന്റെ നിത്യമായ ശരീരം അല്ലയോ മാണിക്യമേ, എനിക്ക് തന്നനുഗ്രഹിക്കുക. ഇത്തരത്തിലുള്ള ഏകത സത്യമായി തീരുന്നതിന് രഹസ്യജ്ഞാനത്തിന്റെ മൗനമുഴക്കം നിർത്താതെ ഊതിത്തരിക. എഴുതി കഴിഞ്ഞോ? എഴുതിയോ? അടുത്തത് പഠിക്കാം. കമരും ചെവിക്കുമതുമല്ല കണ്ണിനു തൊട്ടമരുന്നതിനുമൊരു മൗലിയെന്നല്ല നീ. അമരം തുഴഞ്ഞിതിലിരുന്നു എന്നങ്ങു വന്നമരുന്നതിനരുളുമാമതൂതിന്നിയും. കമരും ചെവിക്കുമതുമല്ല കണ്ണിനു തൊട്ടമരുന്നതിനുമൊരു മൗലിയെന്നല്ല നീ. ഇവിടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കാര്യമാണ് ഈ മന്ത്രത്തിലും ഗുരു വെളിപ്പെടുത്തി തരുന്നത്. ആത്മോപദേശത്തിൽ നിർദാക്ഷിണ്യം, ഒരു പീഡ എറുമ്പിന് വരുത്തരുതെന്ന് പറഞ്ഞ ഗുരു പറയുകയാണ്. ആ കിളികളെ 5ഉം അരിഞ്ഞു കീഴ്മറിക്കണമെന്ന്. ഈ 5 കിളികളെന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് ഈ 5 കിളികളായിട്ടിരിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞത്. കമരും ചെവിക്കും. കാരണം ഈ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മളെ ബാഹ്യ ലോകത്തേക്കാണ്
നയിക്കുന്നത്. ഇത് ഒന്നും നമ്മളെ ഉള്ളിലേക്ക് നോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇതെല്ലാം എപ്പോഴും വെളിയിലെ കാര്യങ്ങളാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് സത്യമെന്നാണ് പാവം ജീവൻ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരുടെയും കുറ്റമല്ല, ആരുടെ കുറ്റമാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ പ്രശ്നത്തിൽ എല്ലാം ചാടിക്കുന്നത്. ഇവിടെ അതാണ് പറയുന്നത്, ആ നിന്നിലേക്ക് നോക്കുന്നതിന് പകരം ആ ബഹിർമുഖവാദി ആയിട്ടാണ് ഇരിക്കുന്നത്. നീ എവിടെ ഇരിക്കുന്നത്? നീ എൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ആ ഉള്ളിലേക്ക് നോക്കാതെ അതിന് തല തിരിഞ്ഞിരിക്കുന്നത്. കമ്മരും എന്ന് പറഞ്ഞാൽ ഒരു വസ്തു എങ്ങനെ ഇരിക്കുന്ന, നേരെ ഇരിക്കുന്ന സാധനം കമ്മന്നിരിക്കത്തില്ലേ, തിരിഞ്ഞിരിക്കത്തില്ലേ? ആ ഒരർത്ഥം തന്നെയാണ് ഇവിടെ കമ്മരും എന്ന് പറയുന്നത്. കമ്മരം ചെവിക്കും, അതുമല്ല കണ്ണിനും. ചെവി എങ്ങനെയാണ്? വെളിയിൽ നിന്നുള്ള ആ ശബ്ദം കേട്ട് അതിലങ്ങ് ലയിച്ചങ്ങ് ഇരിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണിനും അതുപോലെ തന്നെ കണ്ണ് എന്ന ഇന്ദ്രിയം എങ്ങനെയാണ്? എപ്പോഴും നമ്മളെ എങ്ങോട്ടാണ് നോക്കാൻ ശ്രമിക്കുന്നത്? അടുത്ത വീട്ടിലോട്ടാണ് നോക്കുന്നത്. അവിടെ എന്ത് ചെയ്യുന്നത്? അവിടെ ഇവിടെ എന്താണ് നമ്മൾ നോക്കുന്നില്ല, അവിടെ എന്താണ് ഈ കണ്ണാണ് നമ്മളെ കൊണ്ട് പ്രശ്നത്തിൽ കൊണ്ടെത്തിയടിക്കുന്നത്. അതുപോലെ പറയണം, തൊട്ടമരുന്നതിനും. പിന്നെ തൊട്ട് കണ്ട് ആ നല്ല സ്പർശനത്തിന്റെ സുഖം അനുഭവിക്കുന്ന ഈ ത്വക്ക്, ഇന്ദ്രിയങ്ങളെ ഓരോന്നിനെയും എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളെ പ്രശ്നങ്ങളെ കൊണ്ട് ചാടിക്കുന്നത്. എന്നാൽ നീ ആരാണ്? ഇതിനെയെല്ലാം മൗലിയിലിരിക്കുന്ന ആളാണ് നീ എന്ന് ഞാൻ അറിയുന്നില്ല. നീ ഇതിനെല്ലാം മുകളിൽ, ഇതിനെല്ലാം അതീതയായിരിക്കുന്ന, ഈ ഇന്ദ്രിയങ്ങൾക്ക് വശംവദയാകാതെ ഈ ഇന്ദ്രിയത്തിനെല്ലാം അതീതയായിരിക്കുന്ന ആ പരമമായ സത്യമാകുന്നു നീ എന്ന് ഇവിടെ ഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. ഇന്ദ്രിയങ്ങൾ ആണ് നമ്മളെ എപ്പോഴും പ്രശ്നങ്ങളിൽ കൊണ്ട് ചാടിക്കുന്നത്. ഓരോ ഇന്ദ്രിയങ്ങളെ എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ ഇന്ദ്രിയങ്ങൾ കൊണ്ടും അപകടം ഉണ്ടാക്കുന്ന ജീവജാലങ്ങളെ കുറിച്ച് പറയാറുണ്ട്. ഈയാമ്പാറ്റ അത് എങ്ങനെയാണ്? വെട്ടം, പ്രകാശം കണ്ട് ആ വെട്ടത്തിലേക്ക് വരുമ്പോൾ അതിന് ജീവൻ തന്നെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഈയിലൊക്കെ എങ്ങനെയല്ലേ വെട്ടം തന്നല്ലേ വരുന്നത്, വിളക്ക് കത്തിച്ച് വെക്കുമ്പോൾ. അപ്പൊ ആ കണ്ണ് അതിനാണ് ആകർഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് അതിനൊക്കെ ജീവൻ നഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ മാൻ എന്ന ജീവി എങ്ങനെയാണ്? നല്ല സംഗീതം കേൾക്കുമ്പോൾ മാൻ അവിടെ മയങ്ങി നിൽക്കുമെന്ന് പറയപ്പെടുന്നത്. കാട്ടില് ആ സംഗീതം കേട്ട് മാൻ അങ്ങനെ മയങ്ങി നിൽക്കുമ്പോൾ വേടന്റെ അമ്പിനത് ഇരയാകുകയാണ് ചെയ്യുന്നത്. അവിടെ ചെവി എന്ന ഇന്ദ്രിയമാണ്, ആ ശ്രവണമാണ് അതിന് ജീവൻ നഷ്ടപ്പെടുത്തിയത്. അതുപോലെ സ്പർശനത്തിന്റെ കാര്യം ഭഗവാൻ പറഞ്ഞു, ത്വക്കിന്റെ കാര്യം പറഞ്ഞു. ആനയെ എങ്ങനെയാണ് വശംവദനാക്കുന്നത്? കുങ്കിയാനകളെ കൊണ്ടുവന്ന് സ്പർശന സുഖം അങ്ങനെ മയക്കിയാണ് വാരിക്കുഴി ചാടിക്കുന്നതെന്ന് പറയപ്പെടുന്നത്. അപ്പൊ ആ സ്പർശനമാണ് അതിനെ അതിനെ ജീവിതത്തിലെ തടങ്കലിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതുപോലെ നാവ് നമുക്ക് പ്രശ്നമാണ്. വേണ്ടതും വേണ്ടാത്തതും എല്ലാം നാവ് രണ്ട് തരത്തിലുള്ള ജോലി ചെയ്യുന്നുണ്ട്. അത് കർമ്മേന്ദ്രിയമാണ്, അതുപോലെ തന്നെ ജ്ഞാനേന്ദ്രിയമാണ്. രസത്തെ അറിയാനും പറ്റും, അതുപോലെ തന്നെ വാക്കുകൾ നാവിന്റെ നിന്നാണ് വെളിയിലേക്ക് വരുന്നത്. രണ്ട് തരത്തിലുള്ള പ്രയോജനമുണ്ട്. ഇത് രണ്ടും നമ്മുടെ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന സംഭവമാണ്. രുചിയുള്ള ഭക്ഷണം തേടിപ്പോയി വയറിനെ പ്രശ്നക്കാരനാക്കുന്നവരാണ് നമ്മുടെ നാക്ക് തന്നെയാണ്. അതുപോലെ നാവ് നല്ലതല്ലെങ്കിൽ നമ്മുടെ പല്ലിനും ക്ഷീണമുണ്ടാവും അല്ലേ? പല്ല് നന്നായിട്ടിരിക്കണമെങ്കിൽ നാവിൻ്റെ നിന്ന് വരുന്ന വാക്കുകൾ നല്ലതായിരിക്കണം. അപ്പോൾ ഈ നാവിന്റെ രുചി നോക്കി ജീവിതത്തിലെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് മീൻ എന്ന് പറയുന്നത്. മീൻ എങ്ങനെയാണ്? നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഇര അതിനെ കൊത്തി നുണയാൻ വരുമ്പോഴാണ് ആ മീന് അതിന്റെ ജീവനെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് ഏതൊക്കെയായി? കണ്ണായി, പിന്നെ മൂക്കുണ്ട്. വണ്ട് എങ്ങനെയാണ്? മണം പിടിച്ച പോകുന്നതല്ലേ? നല്ല പൂക്കൾ വിരിയുന്ന മണം വിരിച്ച് ആ പൂക്കളിൽ ചെന്ന് അതിന്റെ തേനുണ്ട്, അതിനകത്ത് അമർന്ന് അത് കുമ്പി പോകുന്നതൊന്നും ഈ വണ്ട് അറിയാറില്ല. ഇങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾക്ക് വശംവദരാകുന്ന ആ ജീവികൾക്ക് ഒന്നെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ആ നാശം തന്നെ സംഭവിക്കും, അതല്ലെങ്കിൽ ജീവിതത്തിൽ അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് നഷ്ടപ്പെടും. അങ്ങനെ എന്തൊക്കെയോ അപകടങ്ങളിലാക്കും അവർക്ക് ഉണ്ടാക്കി തീർക്കുന്നത്. എന്നാൽ മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവി എങ്ങനെയാണ്? ഈ ഒരു ഇന്ദ്രിയത്തിന് മാത്രമാണോ അവർ വശംവദരാകുന്നത്? അല്ല. ഒറ്റ ഇന്ദ്രിയത്തിന് അടിമപ്പെടുന്ന ജീവികൾക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ ഇത്രയൊക്കെ ആണെങ്കിൽ ഈ 5 ഇന്ദ്രിയങ്ങളുടേക്കും വശംവദരായിട്ട് അതിനടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യന്റെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അതുകൊണ്ടാണ് ഈ ഒരു കഥ നമ്മൾ പറയുന്നത്.
കാരണം ഇത്രയും ഇന്ദ്രിയങ്ങൾ നമ്മളെ പ്രലോഭിപ്പിക്കാനിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിലേക്കാണ് നമ്മുടെ പോക്ക്. മനുഷ്യൻ അങ്ങനെയാണ്. അപ്പോൾ ഇതിനെല്ലാം അതീതിയായി നിൽക്കുന്ന പരമമായ സത്യമുണ്ട് എന്ന ബോധമുണ്ടാവുമ്പോൾ ഇതൊക്കെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കണ്ണും മൂക്കും ചെവിയും എല്ലാം നമുക്ക് വേണം, എല്ലാത്തിന്റെ സുഖവും നമുക്ക് വേണം. പക്ഷെ എല്ലാം അധികമായ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ അമിതമായ പ്രലോഭനത്തിൽ പോകുമ്പോഴാണ് നമ്മളിലേക്ക് ആപത്ത് ഉണ്ടാക്കി തീർക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കമരും ചെവിക്കും അതുമല്ല കണ്ണിനും തൊട്ടമരുന്നതിനും ഒരു മൗലിയെന്നല്ല നീ. പിന്നീട് പറയുകയാണെ അമരം തുഴഞ്ഞ് ഇതിലിരുന്നുയർന്നങ്ങു വന്നമരുന്നതിനരുളു മാമുദൂതിന്നിയും. ഇവിടെ അമരം, ഈ അമരത്തിലിരിക്കുന്നത് ആരാണ്? അല്ലയോ അമ്മേ, നീയാണ് അമരത്തിലിരിക്കുന്നത്. കാരണം അമരത്തിരുന്നുകൊണ്ടാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആള് അമരത്താണ് ഇരിക്കുന്നത്. അമരം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? പുറകുഭാഗമല്ലേ. നമ്മള് വള്ളംകളിക്കകത്താണ് അമരത്തിലിരുന്നോണ്ട്, ക്യാപ്റ്റൻ അമരത്തിരുന്നോണ്ടല്ലേ വള്ളത്തിനെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചലനം ആണ് ആ തുഴച്ചിലുകാർക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകർന്നു കൊടുക്കുന്നത്. അപ്പം അതുപോലെ അമരത്തിരുന്ന് ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്നത് നീയാകുന്നു എന്ന് തിരിച്ചറിവ് ആർക്കുണ്ടാകണം? ഒരു സാധകന് ഉണ്ടായിരിക്കണം. കാരണം ഇതിനെ അടിമപ്പെട്ട് ജീവിക്കേണ്ടവനല്ല ഞാൻ. ഇതിനൊക്കെ അതീതമായി നിൽക്കുന്ന പരമമായ സത്യത്തെ തിരിച്ചറിഞ്ഞ് ആ സത്യത്തെ വേണം നമ്മൾ ഉപാസിക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഉള്ളൂ ഈ സംസാര സാഗരത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കത്തുള്ളൂ. കമ്മരുവെന്ന് പറഞ്ഞാൽ ഉന്മുഖത എന്ന വാക്കിനൊരർത്ഥം, ഒരു പദം കൂടി വേണം കേട്ടോ. ഉന്മുഖത, അതായത് നോക്കിയിരിക്കൽ, ഭാവിച്ചിരിക്കലൊക്കെ. അപ്പൊ നിന്നിലേക്കല്ല നോക്കുന്നത്, എങ്ങനെയാണ് നോക്കുന്നത്? ഞാൻ വെളിയിലേക്കാണ് നോക്കുന്നത്. ആ തലപ്പത്ത് ആരാകുന്നു? നീയാകുന്ന സത്യം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ആ സത്യം തിരിച്ചറിയാതെ ആ ബാഹ്യ വിഷയങ്ങളിലേക്ക് ശ്രമിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ആത്മോപദേശം തുടങ്ങുന്നത് തന്നെ ഭഗവാൻ എങ്ങനെ നമ്മളോട് പഠിപ്പിച്ചു തരുന്ന ഈ കരുവിനെ, പരമമായ ഏകമായ ഈ സത്യത്തെ, ബ്രഹ്മസത്യത്തെ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട് ഭഗവാൻ. കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണ് വണങ്ങി ഊതിടേണം. അതായത് ഇന്ദ്രിയങ്ങളെ എല്ലാം നമ്മൾ സ്വയം നിയന്ത്രിക്കണം. ഇതിനെയെല്ലാം ഉള്ളടക്കണം. അതിനെ നമ്മളിലേക്ക് തന്നെ നമ്മൾ കൊണ്ടുവരണം. കാരണം ഈശ്വരൻ ഇരിക്കുന്നത് മനുഷ്യ ഹൃദയങ്ങളിൽ ഇരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. കാരണം അവൻ ഒരിക്കലും അന്വേഷിക്കാത്ത സ്ഥലമാണ്. ബാക്കി അമ്പലങ്ങളാകുന്ന അമ്പലം മുഴുവനും, പള്ളികളും മോസ്കിലും എല്ലായിടത്തും നമ്മൾ ഈശ്വരനെ അന്വേഷിച്ചു പോകും. പക്ഷെ അവിടെയൊന്നും നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വരനെ കണ്ടെത്താൻ സാധിക്കത്തില്ല. കാരണം ഈശ്വരൻ എവിടെയായിരിക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലായിരിക്കുന്നത്. കാരണം മനുഷ്യൻ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്ത സ്ഥലമാണ് അവനവന്റെ ഉള്ളെന്ന് പറയുന്നത്. എല്ലാവരും നീ ആരാണ് എന്ന് ചോദിക്കും. നമ്മളൊക്കെ ഞാൻ ആരാണെന്ന് ചോദിക്കാറില്ല. ആരൊക്കെയാണോ ഞാൻ ആര് എന്ന് ചോദിച്ചത് അവരെ ഇരിക്കുന്നത്, അവരൊക്കെ അവരെയാണ് അന്വേഷിച്ചത്. നമ്മളൊക്കെ എങ്ങനെയാ അന്വേഷിക്കുന്നത്? നീ ആരാണെന്നാ ചോദിക്കുന്നത്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് ചോദിക്കത്തില്ല. അപ്പം കോ അഹം കുതോ ജഗദിതി ബ്രഹ്മവിദ്യാ പഞ്ചത്തിൽ ഗുരു പറയുന്നുണ്ട്. ഒരു ശിഷ്യന് ഗുരുവിൽ നിന്ന് എന്താണ് അറിയേണ്ടത്? ഞാൻ ആരാണെന്നും ഈ ജഗത്ത് എങ്ങനെ ഉണ്ടായി എന്ന ആ ഒരു ചോദ്യമാണ് യഥാർത്ഥ ആ ശിഷ്യന് ആവശ്യമുള്ളത്. നമ്മളെ അറിയുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയൂ എന്നാണ് ശാസ്ത്രീയമായിട്ട് നമുക്കത് മനസ്സിലാക്കിച്ചു തരുന്നത്. കാരണം കലത്തിൽ ചോറ് വെന്തോന്ന് നമ്മൾ വറ്റും മുഴുവൻ നോക്കണം. നമുക്ക് ഒന്നറിഞ്ഞാൽ മതി. സർവചരാചരങ്ങളും ഏകമായ സത്യത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ബോധമുണ്ടാകുമ്പോൾ നമ്മൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളിൽ തന്നെ കാണുന്നത് തന്നെയാണ് ഈ പരമമായ സത്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈശാവാസ്യ ഉപനിഷത്തിൽ പറയുന്ന പോലെ തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്ന സർവവും അന്നേത് മോഹം അന്നേത് ശോകം ഏകത്വ ദൃക്കിന് എന്നാണ് ഗുരു ഈശാവാസ്യം എന്ന് പറയുന്ന ഉപനിഷത്ത് നമുക്ക്
മലയാള ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോൾ പറഞ്ഞു തന്നത്. എപ്പോഴാണോ ഒരുവൻ ഞാനും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും രണ്ടല്ല, എല്ലാം ഏകമായ സത്യത്തിൽ നിന്നുണ്ടായത് എന്ന ബോധത്തിലേക്ക് ഉണരുന്നത്, അവന് മാത്രമേ ഇവിടെ സന്തോഷവും സമാധാനവും ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവൻ മനസ്സിലാക്കും, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം എന്ന്. ഗുരു ഒരിക്കൽ പറയുന്നുണ്ട്, നാമും ഈ മാവും തമ്മിൽ ഒരു ഭേദവുമില്ല എന്ന്. കാരണം ആ മാവും ഭഗവാനും ഒന്നാണ് എന്ന് ഭഗവാൻ പറയണമെങ്കിൽ എത്രമാത്രം സർവചരാചരങ്ങളെയും തന്നിലും താൻ അതിലുമെല്ലാം കുടികൊള്ളുന്ന ഏകമായ സത്യമാണ് എന്ന ആത്മബോധം മഹാഗുരുവിന് ഉണ്ടായിരുന്നു. അവിടുത്തെ ആത്മബോധം എന്ന് പറയുന്ന ജന്മസിദ്ധമാണ്. അവിടുന്ന് ജനിച്ചപ്പോൾ തന്നെ പരിപൂർണനായ ഒരു ദിനമാണ് ഭഗവാന്റെ അവതാരം. അതുകൊണ്ടാണ് നമ്മൾ അവതാരം എന്ന് പറയുന്നത്. ഗുരുവിനോട് ആരും ഒന്നും പറഞ്ഞു കൊടുത്തില്ല, ഒന്ന് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ഭഗവാൻ അറിയാമായിരുന്നു എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് അവതരിച്ചതെന്നും അവിടുത്തെ ജന്മ ഉദ്ദേശം എന്താണെന്നും ഒക്കെ ഗുരു പല പ്രാവശ്യമായിട്ട് അവിടുത്തെ മൊഴികളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അവിടുത്തെ കൃതികളിലൂടെ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. കാരണം ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോൾ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ബ്രഹ്മം അതിന്റെ പൂർണ്ണരൂപത്തിൽ മനുഷ്യ ശരീരത്തിൽ അവതരിക്കുമെന്ന് പുരാണങ്ങൾ ഘോഷിക്കുന്നുണ്ട്. ആ വാക്കുകളെ, ആ ഉദ്ഘോഷങ്ങളെ സത്യം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഗുരുവിന്റെ അവതാര കാലഘട്ടവും ഒക്കെ എടുക്കുമ്പോൾ. കാരണം തിരുജയന്തി നമ്മളെല്ലാവരും ആഘോഷിച്ചു. മഹാഗുരു ഭൂമിയിലേക്ക് അവതരിച്ചത് കൊണ്ട് മാത്രമാവുന്നു ഇന്ന് ഈ കാണുന്ന കേരളം ഇതുപോലെ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പരമമായ സത്യത്തിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് ഗുരുവിന്റെ ഓരോ കൃതി എന്ന് പറയുന്നത്. ഈ നമുക്ക് ഏത് രീതിയിലാണോ ഭഗവാനെ കാണാൻ ഇഷ്ടം ആ രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ഭഗവാൻ ചെയ്യുന്നത്. ദേവി രൂപത്തിൽ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ദേവി രൂപത്തിൽ കാണാം. അതല്ല സുബ്രഹ്മണ്യ രൂപത്തിലാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ കാണാം. വിനായകനായിട്ടാണ് ബ്രഹ്മത്തെ കാണണമെങ്കിൽ അങ്ങനെ കാണാം. ശിവഭഗവാനായിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം. വിഷ്ണുവായിട്ട് കാണണമെങ്കിൽ അങ്ങനെ കാണാം. ആ നാമരൂപങ്ങൾക്കെല്ലാം അതീതമായി നിൽക്കുന്ന അറിവ് തന്നെയാകുന്നു ഈശ്വരൻ എന്ന് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഗുരുവിന്റെ ദാർശനിക കൃതികളൊക്കെ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിലൊക്കെ ഗുരു അവിടുത്തെ സ്വരൂപം കൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. സാക്ഷാൽ അറിവ് തന്നെയാകുന്നു ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഈ കണ്ണിനും ഈ ചെവിക്കും അതുപോലെ കാതിന് ഇതിനൊക്കെ കാഴ്ചയും കേൾവിയൊക്കെ കാതുണ്ട് എന്ന് പറയുന്നത് നമുക്ക് കേൾവി ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. കണ്ണുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ കാണുമോ? കാണത്തില്ല. കാരണം ഇതിനെല്ലാം കാണുന്നതിന് കണ്ണിന് കാന്തി വേണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. കണ്ണിനൊരു കാന്തി തന്നെ. ആ കാന്തി എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് ആ ദൈവത്തിൽ നിന്ന്, അതായത് സാക്ഷാൽ ബ്രഹ്മത്തിൽ നിന്നാണ് നമ്മുടെ കണ്ണിന് കാന്തി കിട്ടുന്നത്. ചെവി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെല്ലാം ഭഗവാൻ ആത്മവിലാസം എന്ന കൃതിയിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം കാണുന്ന ആ പരമമായ സത്യത്തെ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ് ചെയ്യുന്നത്. നാം ദൈവത്തിന്റെ പ്രതിപുരുഷനാകുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. നാമും ദൈവവും ഒന്നായി പോകുന്നു എന്നാ പറഞ്ഞു തന്നത് നമുക്ക്. അപ്പോൾ ഗുരു സാക്ഷാൽ ബ്രഹ്മം തന്നെയാകുന്നു. ബ്രഹ്മത്തിന്റെ ആ മനുഷ്യ ശരീരം എടുത്ത ബ്രഹ്മം തന്നെയാകുന്നു ഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ആത്മവിലാസത്തില്. അതുപോലെ ഗുരുവിനോട് ചേർന്ന് നിന്ന ശിഷ്യന്മാരും പറഞ്ഞു തരുന്നുണ്ട്. ആ സ്വാനുഭവം കണ്ടാണ് ഗുരു ഓരോ കൃതികളിലും ഇത്ര കൃത്യമായിട്ട് ഒരു സാധകനെ എപ്രകാരം ആ ബ്രഹ്മചൈതന്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കാരണം അനുഭവിയാതെ അറിവില്ല എന്ന് ആണ് ഭഗവാൻ പറയുന്നത്. നമുക്ക് എപ്പോഴാണ് അനുഭവം ഉണ്ടാകുന്നത്? അനുഭവത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പരമമായ സത്യത്തെ കൃത്യമായ അളവോടുകൂടി കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ എല്ലാത്തിനും മൗലിയിൽ നിൽക്കുന്നത് അല്ലയോ അമ്മേ നീ തന്നെയാകുന്നു എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ അമരത്തിരുന്ന് മൗലിയിലിരിക്കുന്നത് നീ തന്നെയാണ്. അതുപോലെ അമരത്തിരുന്ന് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നതും അല്ലയോ അമ്മേ നീ തന്നെയാകുന്നു എന്ന് വളരെ കൃത്യമായി ഭഗവാൻ വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത് ഈ 6ാമത്തെ മന്ത്രത്തില്. കമൻ ചെവിക്കും അതുമല്ല കണ്ണിന് തൊട്ടമരുന്നതിനും ഒരു മൗലിയെന്നല്ല നീ
അമരം തുഴഞ്ഞതിലിരുന്നുയർന്നങ്ങു വന്നമരുന്നതിനരുളു മാമതൂതിന്നെയും. എത്ര ഭംഗിയായിട്ട്, എത്ര കൃത്യമായിട്ടാണ് സകലരും ആധാരമായിരിക്കുന്ന ആ ബ്രഹ്മശക്തിയെ ദേവീ രൂപത്തിൽ ഗുരു ഈ 6ാമത്തെ മന്ത്രത്തിൽ നമുക്ക് വിവരിച്ചു തരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതും എല്ലാം ഒരേ ഒരു ശക്തി മാത്രമാണെന്ന് വളരെ വ്യക്തമായിട്ട് ഗുരു ഈ 6ാമത്തെ മന്ത്രത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. എഴുതാം നമുക്ക്. അമ്മേ, ഇവിടെ നല്ല മഴ പെയ്യാണേ, ഭയങ്കര സൗണ്ട് മഴയുടെ. അമ്മേ, നിന്നിലേക്കുള്ള അമ്മേ നിന്നിലേക്കുള്ള ഉന്മുഖത നഷ്ടപ്പെട്ടിട്ട് ഉന്മുഖത നഷ്ടപ്പെട്ടിട്ട് തലതിരിഞ്ഞിരിക്കുന്ന സ്വഭാവത്തോട് കൂടിയതാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾ. അമ്മേ, നിന്നിലേക്കുള്ള ഉന്മുഖത നഷ്ടപ്പെട്ടിട്ട് തലതിരിഞ്ഞിരിക്കുന്ന സ്വഭാവത്തോട് കൂടിയതാണ് എൻ്റെ ഇന്ദ്രിയങ്ങൾ. അതായത് ശ്രവണേന്ദ്രിയമായ ചെവിക്കും അതുപോലെ തന്നെ കാഴ്ചകൾ കാണുന്ന കണ്ണിനും തൊട്ടറിയുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്ന സ്വഭാവമുള്ള ത്വക്കിനും തുടങ്ങി എല്ലാ ഇന്ദ്രിയങ്ങൾക്കും തലപ്പത്തിരുന്നു കൊണ്ട്, മൗലി എന്ന് പറഞ്ഞാൽ തലപ്പത്ത് കേട്ടോ, തലപ്പത്തിരുന്നു കൊണ്ട് അവയെ ഇന്ദ്രിയങ്ങളാക്കി തീർത്തിരിക്കുന്നത് നീയാണല്ലോ. അല്ല, ഇന്ദ്രിയ വിഷയങ്ങളുടെ സമാഹാരമായ ഈ ലോകത്തിന്റെ ഭാഗമായിരുന്നു കൊണ്ട് അതിൽ കൂടെയുള്ള
ജീവിതയാനത്തെ അതിൽ കൂടിയുള്ള ജീവിതയാനത്തെ പിന്നിലിരുന്നു കൊണ്ട് നിയന്ത്രിച്ച് ഈ തുഴച്ചിലിൽ നിന്ന് രക്ഷപ്പെടുത്തി നിന്നിൽ അമരുന്നതിന് ഇടയാക്കി തീർക്കുന്നതും നീ തന്നെയാണ്. ഇടയാക്കി തീർക്കുന്നതും നീ തന്നെയാണ്. ആ മുക്തി ഉണ്ടാകുന്നതിന് നീ അനുഗ്രഹിക്കുക. ആ മുക്തി ഉണ്ടാകുന്നതിന് നീ അനുഗ്രഹിക്കുക. അതിനു വേണ്ട ജ്ഞാന രഹസ്യത്തിന്റെ ആനന്ദമുഴക്കം നിർത്താതെ ഊതിത്തരുക. ആറെണ്ണം ഒരുമിച്ച് ചൊല്ലണോ? ആറെണ്ണം ഒരുമിച്ച് ചൊല്ലണോ? ചൊല്ലിക്കോളൂ. ശ്രദ്ധിച്ചിരുന്നോണേ. തെഴുമേനി നിന്നവയവങ്ങൾ ഊഴിഞ്ഞു മുൻ മൊഴിയുന്നതെന്നി മുനികൾക്കുമെന്നംബികേ കഴിവില്ലയൊന്നും അതുകൊണ്ടെനിക്കുന്നു നിൻമൊഴി വന്നു മൗനനിലയായി മുഴങ്ങുന്നതാ. ഇതുകൊണ്ടു കണ്ടതിലൊരുത്തി നീയെന്നും ഈ മതിമണ്ഡലത്തോടു മറുത്തു മറ്റൊന്നിലും കുതികൊണ്ട് ചാടി വലയാതെ കണ്ടങ്ങു നിൻ പദതാരെടുത്തു പദമൂന്നി പൊന്നിൻ കണി കാണുമീ കനകമോട് കാർവേണി മൺപണി കാനൽ നീരു നികരെന്നു പാടുന്നിതാ. പിണിയാറുമാറു പിരിയാതെ പേണുന്ന നിൻമണിമേനി തന്നിലണയുന്നതിന്നൂതു നീ. തുനി ചൂടുമയ്യനു തുണയ്ക്കു തോന്നുന്ന നീ മുനിമൗലി തന്നിൽ എഴുന്നള്ളി മൂളുന്നതും പനിയുണ്ടിടും കൃമി തുടങ്ങി മറ്റൊക്കെ നിന്നിനമെന്നതും നിലയിലൂതി നിന്നീടു നീ. ഇടയില്ലെനിക്കിടയിലിന്നു കാണുന്നൊരി പൊടി കൊണ്ടു മൂടും ഉടലിന് പൊന്നമ്പികേ തടവില്ലയൊന്നു അതുകൊണ്ടെനിക്കിന്നു നിന്നുടലൊന്നു തന്നിനിയുമൂതു മാണിക്യമേ. കമരും ചെവിക്കും അതുമല്ല കണ്ണിനു തൊട്ടമരുന്നതിനും ഒരു മൗലിയെന്നല്ല നീ. അമരം തുഴഞ്ഞിതിലിരുന്നു ഉയർന്നങ്ങു വന്നമരുന്നതിനരുളു മാമതൂതുന്നിയും. അങ്ങനെ ദേവീസ്തവത്തിന്റെ 6 മന്ത്രങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ. എല്ലാവർക്കും നമസ്തേ. വളരെ നന്ദി സന്ധ്യ ടീച്ചർ. മഹാഗുരുവിനാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയുടെ 2ാമത്തെ ക്ലാസ് ആണ് നാം ഇന്ന് ശ്രവിച്ചുകൊണ്ടിരുന്നത്. ദേവീസ്തവം എന്ന കൃതിയാണ് നമുക്ക് എടുത്തു തരുന്നതെങ്കിലും പിണ്ടനന്ദിയിലൂടെയും ആത്മോപദേശ ശതകത്തിലെയും ആത്മവിലാസത്തിലെയും ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലും ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
ഗുരുവിന്റെ ദർശനങ്ങളിലേക്ക് കൂടുതൽ അറിയുവാനായിട്ടും കൂടുതൽ അതിലേക്ക് അടുക്കുവാനും നമ്മളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ നമുക്ക് ഈ ക്ലാസ് എടുത്തു തന്ന കോട്ടയം ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിലെ ആചാര്യയും സീനിയർ അധ്യാപികയുമായ സന്ധ്യ ടീച്ചറിന് ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ് നമുക്ക് വേണ്ടി സംഘടിപ്പിച്ചു തരുന്നതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നൽകുന്ന ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ AB പ്രസാദ് കുമാർ സാറിനോടും മറ്റ് അഡ്മിന്മാരോടും അധ്യാപകരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ക്ലാസിന്റെ അവസാന ഭാഗം 7, 8, 9 ശ്ലോകങ്ങൾ അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇന്ന് സമർപ്പണ പ്രാർത്ഥനയോടുകൂടി ക്ലാസ് ഇവിടെ പര്യവസാനിക്കുകയാണ്. സമർപ്പണ പ്രാർത്ഥന ചൊല്ലുന്നത് ശ്രീമതി രമാദേവി ടീച്ചർ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം തത്സത്. ശ്രീനാരായണ ഗുരു അർപ്പണമസ്തു. ഓം.